ബ്ലാക്ക് റോക്ക് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പണം സംബന്ധിച്ച വാർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ബ്ലാക്ക് റോക്ക് എന്ന പേര് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. 10 ലക്ഷം കോടി ഡോളർ വിലമതിക്കുന്ന ആസ്തികളുമായി ബ്ലാക്ക് റോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ കമ്പനിയാണ്. ഈ കമ്പനിക്ക് പണത്തിന്റെ കാര്യത്തിൽ അതിഭാരിതമായ ശക്തിയുണ്ട്. 1988 തുടങ്ങിയ ബ്ലാക്ക് റോക്ക് നിക്ഷേപ മേഖലയെ തന്നെ മാറ്റിമറിച്ചു. ഈ കമ്പനിയുടെ മുഖമാണ് ലോറൻസ് ഡി ഫിങ്ക്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം സാങ്കേതിക വിദ്യയുടെ ശക്തിയിൽ ഉറച്ച വിശ്വാസമുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ പുതിയ രീതിയിലുള്ള നിക്ഷേപ തന്ത്രങ്ങൾ ലോകത്തെ നിക്ഷേപകരെ ആകർഷിച്ചു. കാലിഫോർണിയയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ലോറൻസിന് പണം സമ്പാദിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പഠനത്തിൽ ശ്രദ്ധിച്ച അദ്ദേഹം UCLAയിൽ പൊളിറ്റിക്കൽ സയൻസും MBAയും പഠിച്ചു. പഠനം കഴിഞ്ഞ് ആദ്യ ജോലി ലഭിച്ചത് ഫസ്റ്റ് ബോസ്റ്റണിലായിരുന്നു. അവിടെ വച്ച് അദ്ദേഹം മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് എന്ന മേഖലയിൽ നൂതന മാറ്റങ്ങൾ വരുത്തി. പക്ഷേ ഈ വഴിയിൽ പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഒരു നിക്ഷേപ തോൽവി അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടാക്കി. പക്ഷേ അത് അദ്ദേഹത്തെ തളർത്തില്ല. പകരം അത് ബ്ലാക്ക് റോക്ക് എന്ന കമ്പനി സ്ഥാപിക്കാനുള്ള പ്രചോദനമായി. പണം നിക്ഷേപിക്കുന്നവർക്ക് എപ്പോഴും ലാഭമുണ്ടാകാൻ വേണ്ട സാങ്കേതിക വിദ്യയും റിസ്ക് കണക്കുകൂട്ടലും ഉപയോഗിച്ച് ഒരു കമ്പനി തുടങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് പിന്നീട് ഒരു ശക്തമായ ടീമും വേണം. അങ്ങനെ 1988 ബ്ലാക്ക് റോക്ക് എന്ന കമ്പനി തുടങ്ങി. അത് നിക്ഷേപ മേഖലയിലെ ഒരു വലിയ മാറ്റത്തിന് തുടക്കമായിരുന്നു. സാങ്കേതിക വിദ്യ വളർന്നു വന്ന സമയമായിരുന്നു അത്. പക്ഷേ പുതിയ കമ്പനി തുടങ്ങാൻ പണം വേണ്ടി വന്നു. ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പ് എന്ന കമ്പനി അദ്ദേഹത്തെ സഹായിച്ചു. പക്ഷേ പുതിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നതിനെ ആളുകൾ അത്ര വിശ്വസിച്ചില്ല. പലരും അദ്ദേഹത്തിന്റെ ആശയത്തെ പരീക്ഷണാത്മകമായി കണ്ടു. പക്ഷേ അത് അദ്ദേഹത്തെ തളർത്തില്ല. ബ്ലാക്ക് റോക്ക് എന്ന കമ്പനിയുടെ വിജയകഥ അതിന്റെ തുടക്കം മുതൽ തന്നെ ശ്രദ്ധേയമാണ്. ലോറൻസ് ഡി ഫിങ്ക് എന്ന വ്യക്തിയാണ് ഈ കമ്പനിയെ നയിച്ചത്. അദ്ദേഹത്തിനൊപ്പം റോബർട്ട് എസ് കാപ്പിറ്റോ, സൂസൻ വാഗ്നർ തുടങ്ങിയവർ ആദ്യകാലത്തെ പ്രധാന സ്ഥാപകരായിരുന്നു. കാപ്പിറ്റോ പിന്നീട് ബ്ലാക്ക് റോക്കിന്റെ പ്രസിഡന്റായി. കമ്പനിയുടെ ക്ലയന്റ് ഫോക്കസ്ഡ് സംസ്കാരത്തിന് രൂപം നൽകുന്നതിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. സൂസൻ വാഗ്നർ ബ്ലാക്ക് റോക്കിന്റെ റിസ്ക് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമായ അലാഡിൻ രൂപകൽപ്പന ചെയ്തു. എല്ലാ സ്ഥാപകർക്കും ലോറൻസിന്റെ ദർശനം പങ്കുവയ്ക്കാൻ സാധിച്ചു. വിശകലനം, സാങ്കേതിക വിദ്യ, വ്യക്തമായ ധാരണ, ക്ലയന്റ് സുരക്ഷിതത്വം എന്നിവയായിരുന്നു അത്. അങ്ങനെയാണ് ബ്ലാക്ക് റോക്ക് എന്ന പേര് പിറന്നത്. ശക്തി, നീതി, സ്ഥിരത എന്നീ മൂല്യങ്ങളാണ് കമ്പനി ലക്ഷ്യമിട്ടത്. ആദ്യകാലങ്ങളിൽ ബോണ്ട് വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ബ്ലാക്ക് റോക്ക് വളരെ പെട്ടെന്ന് വളർന്നു. പിന്നീട് മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിക്ഷേപ മേഖലകളിലേക്കും കമ്പനി കടന്നുവന്നു. ഇതിനിടയിലാണ് അലാഡിൻ എന്ന റിസ്ക് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഇത് നിക്ഷേപകർക്ക് വലിയ സഹായമായി. 2004 ബ്ലാക്ക് റോക്ക് വളരെ വലിയ കമ്പനിയായി മാറി. അവരുടെ നിക്ഷേപ മാനേജ്മെന്റിലെ ആസ്തി വളരെ വേഗത്തിൽ വർദ്ധിച്ചു. ഇത് കമ്പനിയുടെ നൂതന സാങ്കേതിക വിദ്യയുടെ വിജയമായിരുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ പിടിച്ചിലിച്ചപ്പോൾ ബ്ലാക്ക് റോക്ക് ശക്തമായി നിന്നു. അവരുടെ റിസ്ക് മാനേജ്മെന്റ് സംവിധാനം ഈ പ്രതിസന്ധിയിൽ ഏറെ സഹായകമായി. 2009 ബ്ലാക്ക് റോക്ക് വളർച്ചയുടെ പുതിയ പാതയിലേക്ക് കടന്നു. ബാർക്ലേസ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കമ്പനി വാങ്ങിയത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായി. ഇതോടെ ബ്ലാക്ക് റോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ കമ്പനിയായി. 2008 പ്രതിസന്ധിക്ക് ശേഷം സുസ്ഥിരതയിലും സാങ്കേതിക വിദ്യയിലും കമ്പനി കൂടുതൽ ശ്രദ്ധ ചെലുത്തി. ഇന്ന് ബ്ലാക്ക് റോക്കിന് 10 ലക്ഷം കോടി ഡോളറിന്റെ ആസ്തിയുണ്ട്. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾ, കമ്പനികൾ, വ്യക്തികൾ എന്നിവർ ബ്ലാക്ക് റോക്കിന്റെ ക്ലയന്റുകളാണ്. ഓഹരികൾ, ബോണ്ടുകൾ, പണനിർവഹണം, അൾട്ടർനേറ്റീവ് നിക്ഷേപങ്ങൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലാണ് കമ്പനിയുടെ പ്രവർത്തനം. ഇന്ന് ബ്ലാക്ക് റോക്ക് സാമ്പത്തിക മേഖലയിൽ വലിയ സ്വാധീനമുള്ള കമ്പനിയാണ്. എന്നാൽ ലോകത്തെ രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നങ്ങൾ കമ്പനിയുടെ മുന്നിൽ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. എന്നാൽ സാമൂഹിക ഉത്തരവാദിത്തത്തോടുകൂടി വളരുക എന്നതാണ് ബ്ലാക്ക് റോക്കിന്റെ ലക്ഷ്യം. ബ്ലാക്ക് റോക്കിന്റെ വളർച്ചാഗതിയിൽ സാങ്കേതിക വിദ്യയും റിസ്ക് മാനേജ്മെന്റും നിർണായക പങ്കുവഹിച്ചു. ക്ലയന്റ് നേതൃത്വം, വിശ്വാസ്യത എന്നിവയും കമ്പനിയുടെ വിജയത്തിന് അടിസ്ഥാനമായി. ബ്ലാക്ക് റോക്കിന്റെ വളർച്ചാഗതി ഒരു സാമ്പത്തിക ഇതിഹാസമാണ്. സാങ്കേതിക വിദ്യയുടെയും റിസ്ക് മാനേജ്മെന്റിന്റെയും സംയോജനത്തിലൂടെ ഒരു ചെറിയ ആശയം ലോകത്തെ ഏറ്റവും വലിയ നിക്ഷേപ കമ്പനിയായി മാറി. എന്നാൽ ഈ വിജയത്തിനപ്പുറം കമ്പനി സമൂഹത്തിന്റെ ഉത്തരവാദിത്തവും ഏറ്റെടുത്തിരിക്കുന്നു. സുസ്ഥിര വളർച്ചയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും മാതൃകയായി ബ്ലാക്ക് റോക്ക് വളർന്നുവരുന്നത് വരും തലമുറയ്ക്കും പ്രചോദനമായി മാറും.